ഇന്ന് നമുക്ക് ചക്കക്കുരുവും കൂന്തലും കൊണ്ട് നല്ല ഒരു വറുത്തരച്ചൊരു കറി ഉണ്ടാക്കാം. ചോറിനും ചപ്പാത്തിക്കും ബ്രെഡിനും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പർ ടേസ്റ്റുള്ള കറിയാണ്. അപ്പോൾ ചക്കക്കുരുവും കൂന്തലൊക്കെ കിട്ടുമ്പോൾ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. വളരെ ഈസിയാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ കുറച്ച് കൂന്തലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടാണ്. ഇനി നമുക്കൊന്ന് ചെറുതായ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ വട്ടത്തിലാണ് മുറിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഏത് ഒരു രൂപത്തിൽ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് കുക്കറിലേക്ക് ഇട്ട് ഒന്ന് 2 വിസിലടിപ്പിച്ചെടുക്കണം. കുക്കറിലേക്ക് ഇട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് പൊടി, കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു 2 വിസിൽ ഒന്ന് അടുപ്പിച്ചെടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ കൂന്തൽ റെഡി ആയിട്ടുണ്ടാവും. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് അടച്ച് വെച്ച് 2 വിസിലടിച്ചതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചക്കക്കുരു ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചക്കക്കുരു കുറച്ച് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ചക്കക്കുരുവും കൂടി അതിനകത്തേക്ക് ഇട്ട് 1 വിസിലും കൂടി അടുപ്പിച്ച് ഇറക്കി വെക്കാം. ഇനി നമുക്കൊരു പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1/2 മുറി തേങ്ങ ചെറിയതും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അത് നമ്മൾ വറുത്തരച്ചാണ് ഈ കറി വെക്കുന്നത്. അപ്പോൾ നന്നായിട്ട് വറുത്തെടുക്കുക. ഒട്ടും തന്നെ കരിയാതെ നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ വറുത്തെടുത്തതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. സ്റ്റൗ എപ്പോഴും സിമ്മിലിട്ട് വറുക്കുക. അപ്പോൾ ഒട്ടും തന്നെ കരിയാതെ കിട്ടും. അപ്പോൾ നന്നായി വറുത്തതിന് ശേഷം ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ച് വെക്കാം. ഇത്രയും മതി. ഇനി നമുക്ക് ആറിക്കഴിഞ്ഞിട്ട് അരച്ചെടുക്കാം. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു വലിയ സവാള വളരെ കനം കുറച്ചരിഞ്ഞതും, ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 1 തക്കാളി ചെറിയ പീസുകളാക്കി അരിഞ്ഞതും കൂടി ചേർക്കാം. ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് വാടിക്കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന കൂന്തലും ചക്കക്കുരുവും കൂടി വേവിച്ച് വെച്ചിരിക്കുന്നില്ലേ, അതും കൂടി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ അരപ്പും കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ സമയത്ത് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ ആവശ്യമുണ്ടായിരുന്നു, അതും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഒന്ന് അടച്ചു വെക്കാം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചാറ് നന്നായിട്ടൊന്ന് കുറിയും തന്നെ. ഈ അരപ്പൊക്കെ അതിൽ പിടിച്ച് നന്നായിട്ടൊന്ന് കുറിയും വരുന്നവരെ സിമ്മിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. എല്ലാം കൂടി ഒന്ന് ഡയലൂട്ടാകാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ചാറൊക്കെ ആവശ്യത്തിന് കുറുകുന്നവരെ നമുക്കൊന്ന് സിമ്മിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ചാറ് കുറിയിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് നമ്മുടെ കറി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. സൂപ്പർ കറിയാണ്. ഇതേപോലെ ഒന്നും ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. ഇത് ചക്കക്കുരും കൂന്തലും കൂടി നല്ല കോമ്പിനേഷനാണ്. ഇത് ചോറിനെ കൂടി ചപ്പാത്തിനെ കൂടിയൊക്കെ കഴിക്കാൻ നല്ല സൂപ്പറാണ്. ബ്രെഡ്, അപ്പം എല്ലാത്തിനും കൂടി നന്നായിട്ട് യോജിച്ച് പോകണമെന്നൊരു കറിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇത് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഹൈപ്പ് കൂടി ചെയ്യുക. അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം.